ഹലോ, ഞാൻ ഷെറിൻ ഡേവിസ്. നമ്മളെല്ലാവരും SIP ചെയ്ത് ലാഭം ഉണ്ടാക്കുന്നവരാണോ യഥാർത്ഥത്തിൽ? അല്ല, അല്ലേ? അപ്പം എങ്ങനെയാണ് SIPയിൽ ലാഭം ഉണ്ടാകുന്നത്? അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. വെൽക്കം ടു അവർ ചാനൽ ദ മണി കോൺട്രറിയൻസ്, പവർഡ് ബൈ ഹോംസ് ഫൈനാൻഷ്യൽ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മളൊരു SIP സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത തുകയുടെ സേഫ്റ്റി ആണല്ലേ. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പണം നഷ്ടപ്പെടാതിരിക്കുക. കാരണം ഇത് സ്റ്റോക്ക് മാർക്കറ്റിലാണ് ഈ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ SIP ചെയ്യുന്ന എല്ലാവരും എന്ത് ചെയ്യണം? അവരവരുടെ പണം സേഫ് ആകണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ SIP ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? നമ്മൾ സെലക്ഷനാണ്. അതായത് നമ്മൾ ഇഷ്ടംപോലെ മ്യൂച്വൽ ഫണ്ടുകളുണ്ട്, അല്ലേ? അപ്പോൾ നമ്മുടെ SIP ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് ഏതാണ്, അല്ലെങ്കിൽ നമ്മൾ SIP ആരംഭിക്കാൻ പോകുന്ന ഫണ്ട് ഏതാണെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് സെലക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനിയുടെ ഫണ്ട് സെലക്ട് ചെയ്യാനായിട്ട് എന്തൊക്കെ ചെയ്യണം? കാരണം നിങ്ങൾ ഒരു SIP ചെയ്ത് നിങ്ങൾക്ക് വലിയ അസറ്റ് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന SIP നിങ്ങളുടെ ലക്ഷ്യത്തിന് പറ്റിയതാണോ എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളത് നോക്കണം. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് SIP മ്യൂച്വൽ ഫണ്ട് തെറ്റിപ്പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ വിചാരിക്കുന്ന പോലെ അപ്രീസിയേഷനോ റിട്ടേൺസോ നമുക്ക് ഉണ്ടാവില്ല. ഒരുപക്ഷെ നമ്മുടെ പണം നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. മ്യൂച്വൽ ഫണ്ടുകൾ നമുക്ക് ഒരുപാട് തരമുണ്ട്, അല്ലേ? അതായത് ഇക്വിറ്റി ഫണ്ടുകളുണ്ട്, ഡെറ്റ് ഫണ്ടുകളുണ്ട്, ഹൈബ്രിഡ് ഫണ്ടുകളുണ്ട്, മൾട്ടി അസറ്റ് ഫണ്ടുകളുണ്ട്. അപ്പോൾ ഈ കാറ്റഗറിയിൽ ഒരുപാട് 2000-3000 കൂടുതൽ സ്കീമുകളും ടോട്ടലി അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ഇത്രയും ഈ 2000-3000 സ്കീമുകളിൽ നിന്ന് നമ്മൾ എങ്ങനെ നിങ്ങൾക്ക് പറ്റിയ സേഫ് ആയിട്ടുള്ളൊരു മ്യൂച്വൽ ഫണ്ട് എങ്ങനെ സെലക്ട് ചെയ്യും? അപ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ, ഇനി പറയാൻ പോകുന്ന ചില 1-2 ടൂൾസ് അല്ലെങ്കിൽ സംവിധാനങ്ങൾ ചെക്ക് ചെയ്താൽ ഒരു പക്ഷേ നിങ്ങളൊരു സ്കീം സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് സഹായകരമാകും. ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അതിൻ്റെ റിട്ടേൺ. അതായത് മ്യൂച്വൽ ഫണ്ട് തന്നിട്ടുള്ള റിട്ടേൺസ് ആണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടതിൽ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് സ്കീം തന്നിട്ടുള്ള റിട്ടേൺസ് എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് പ്രധാനപ്പെട്ട ഒരു പാരാമീറ്ററാണ്. അപ്പോൾ മിക്കവാറും ആളുകൾ നോക്കുന്നത് എന്താണ്? പാസ്റ്റ് പെർഫോമൻസ് ആണ്. അതായത് കഴിഞ്ഞ 1-2 വർഷമൊക്കെ ഏറ്റവും നന്നായിട്ട് റിട്ടേൺസ് എന്ന സ്കീം ഏതാണെന്ന് നോക്കിയാണ് മിക്ക ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ ഇതൊരു കൃത്യമായിട്ടുള്ളൊരു നല്ല രീതി അല്ല. കാരണം റിട്ടേൺ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ സ്കീമിൻ്റെ റിട്ടേൺ ഏറ്റവും നല്ലത് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ നല്ലത് അതിൻ്റെ സിൻസ് ഇൻസെപ്ഷൻ, അതായത് ആ സ്കീം ആരംഭിച്ച അന്ന് മുതൽ നൽകിയ റിട്ടേൺ ആണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ 20 വർഷമായിട്ട് ആ സ്കീം 20 വർഷവും നല്ല രീതിയിൽ റിട്ടേൺസ് ആണ്. അപ്പോൾ 20 വർഷത്തെ റിട്ടേൺസ് നിങ്ങൾക്ക് ആ സിൻസ് ഇൻസെപ്ഷൻ ആണെങ്കിൽ 20 വർഷവും ഓരോ വർഷവും ആ സ്കീം കൊടുത്ത റിട്ടേൺസ് കൃത്യമായിട്ട് അതിലുണ്ടാകും. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ ലാസ്റ്റ് 1-2-3 കൊല്ലം കിട്ടിയ റിട്ടേൺ ആണ് കമ്പയർ ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ റിട്ടേൺസ് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആ സ്കീമിൻ്റെ സിൻസ് ഇൻസെപ്ഷൻ, അതായത് ആരംഭിച്ച അന്ന് മുതൽ അതിന് കിട്ടിയ റിട്ടേൺസ് കമ്പയർ ചെയ്ത് ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ അത് മാത്രമല്ല, നിങ്ങളൊരു സ്കീം സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ സ്കീമിന് ഒരു ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളൊരു എന്താ പറയുക, ഒരു ലാർജ് ക്യാപ് ഫണ്ടാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് വിചാരിക്കുക, അതായത് ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ. അപ്പോൾ അതിൻ്റെ ഒരു ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ആയിരിക്കാം Nifty 50 എന്ന് പറയുന്നൊരു ബെഞ്ച് മാർക്ക് ഇൻഡെക്സ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? Nifty 50 ലാസ്റ്റ് 20 കൊല്ലം കൊടുത്ത റിട്ടേൺ എത്രയാണെന്ന് നോക്കണം. ആ സ്കീം ലാസ്റ്റ് 20 കൊല്ലം കൊടുത്തത് എത്രയാണെന്ന് നോക്കണം. എന്നിട്ട് നിഫ്റ്റി കൊടുത്ത റിട്ടേണിനേക്കാൾ കുറവാണ് സ്കീം കൊടുത്ത റിട്ടേൺ എങ്കിൽ നിങ്ങളൊന്ന് ഡൗട്ട്ഫുൾ ആയിട്ട് മാത്രം അതിനെ പരിശോധിക്കുക. വീണ്ടും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കുക. എന്ന് വെച്ചാൽ ഇനി നിഫ്റ്റി കൊടുത്ത റിട്ടേണിനേക്കാൾ കൂടുതലാണ് ആ സ്കീം ആ 20 വർഷം കൊടുത്തതെങ്കിൽ ഒരു പക്ഷേ അത് പോസിറ്റീവായിട്ട് റിട്ടേൺ തരുന്ന ഒരു സ്കീം ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ കാര്യം, അതിൻ്റെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സിൻ്റെ റിട്ടേണും സിൻസ് ഇൻസെപ്ഷൻ, അതായത് ആ സ്കീം തുടങ്ങി അന്ന് മുതൽ റിട്ടേണും, ഇത് രണ്ടും കൂടെ വേണം നിങ്ങൾ കമ്പയർ ചെയ്യാനായിട്ട്. അല്ലാതെ 1 കൊല്ലമോ 2 കൊല്ലമോ 3 കൊല്ലമോ ഒക്കെ കഴിഞ്ഞ കാലങ്ങളിൽ റിട്ടേൺ തന്നു എന്ന് കരുതിയിട്ട് അന്ധമായിട്ട് നിങ്ങൾ പോയിട്ട് ആ സ്കീമിനെ ഒരിക്കലും സെലക്ട് ചെയ്യരുത്. രണ്ടാമത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ അസറ്റ് അലോക്കേഷൻ. അതായത് നിങ്ങളിൽ നിന്ന് SIP കൂടെ മേടിക്കുന്ന പണം ആ മ്യൂച്വൽ ഫണ്ടിൽ ഏത് തരം ഷെയറിലാണ് അലോക്കേറ്റ് ചെയ്യുന്നത്, അതായത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത് ലാർജ് ക്യാപ്പിലാണോ, മിഡ് ക്യാപ്പിലാണോ, അതോ സ്മോൾ ക്യാപ്പിലാണോ? അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ റിസ്കിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അതിനെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ കൂടുതൽ റിസ്ക് ഏതിലാണ്?
ഇപ്പോൾ ലാർജ് ക്യാപ്പും മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും ഉണ്ടെങ്കിൽ താരതമ്യേന ഏറ്റവും റിസ്ക് കുറവെന്ന് പറയുന്നത് ലാർജ് ക്യാപ്പ് ഫണ്ടിലായിരിക്കും എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല കമ്പനികളിലാണ് അത് നിക്ഷേപിക്കുന്നത്. ഇനി ഏറ്റവും റിസ്ക് കൂടുതൽ ഏതിലായിരിക്കും? ഒരു പക്ഷേ സ്മോൾ ക്യാപ്പ് കമ്പനികളിലായിരിക്കും. എന്ന് പറഞ്ഞാൽ സാധാ ഇപ്പോൾ നമ്മൾ ഈ ലാർജ് ക്യാപ്പ് കമ്പനികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സ്മോൾ ക്യാപ്പ് കമ്പനികളായിരിക്കും റിസ്ക് കൂടുതൽ. കാരണം എന്താണ്? അത് ചെറിയ ചെറിയ കമ്പനികളായിരിക്കും, അല്ലെങ്കിൽ ഒരു പക്ഷേ കുറച്ച് നാളുകൾക്ക് മുമ്പ് തുടങ്ങിയ കമ്പനികളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ചിലപ്പോൾ ആ കമ്പനികൾ പൊട്ടിപ്പോകാനോ സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പണം നമ്മൾ നഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 2 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഇതിന് റിട്ടേൺസ് നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ പാസ്റ്റ് പെർഫോമൻസ് മാത്രം നോക്കി കമ്പയർ ചെയ്താൽ പോരാ. അതിന് ഞാൻ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കണം. 2, എന്താണ്? നിങ്ങളിൽ നിന്ന് മേടിക്കുന്ന പണം എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നു കൃത്യമായിട്ട്. അത് ലാർജ് ക്യാപ്പാണോ, മിഡ് ക്യാപ്പാണോ, സ്മോൾ ക്യാപ്പാണോ, അപ്പോൾ അതിൻ്റെ റിസ്ക്കും നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ലാർജ് ക്യാപ്പ് ആണെങ്കിൽ എങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളോട് അത് അസറ്റ് അലോക്കേഷനും അതുപോലെ റിട്ടേൺസും ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് കമ്പയർ ചെയ്ത് അതിൻ്റെ ഒരു പ്രോപ്പർ അനാലിസിസ് ചെയ്ത് മാത്രം എന്ത് ചെയ്യണം? നിങ്ങൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ SIP സ്കീം നിങ്ങൾ സെലക്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇത് മാത്രമല്ല, അപ്പോൾ ഞാനീ പറഞ്ഞ 2 കാര്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ നോക്കാൻ പറ്റുന്ന 2 കാര്യങ്ങളാണ്. ഇത് മാത്രമല്ല, നമ്മളൊരു SIP സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് നിങ്ങളൊരു എക്സ്പെർട്ടിൻ്റെ സഹായത്തോടെ നിങ്ങളൊരു SIP സെലക്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നിങ്ങൾക്ക് 5-10 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പണം നഷ്ടപ്പെടാതെ നിങ്ങൾക്ക് കൃത്യമായിട്ട് റിട്ടേൺ കിട്ടാനായിട്ട് നിങ്ങളുടെ ഹാർഡ് ഏൺ മണി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് SIPയിൽ. ഒരു പക്ഷേ നിങ്ങൾ SIP നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തുടങ്ങാൻ പറ്റും. പക്ഷേ നിങ്ങൾക്ക് പ്രോപ്പർ റിട്ടേൺ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് വളരെ ക്രൂഷ്യലാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പലപ്പോഴും ചീറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. പല ആളുകളും പറയാറുണ്ട് SIPയിൽ പ്രോപ്പറായിട്ട് റിട്ടേൺ കിട്ടിയില്ല എന്നുള്ളത്. അപ്പോൾ എപ്പോഴും വളരെ വിദഗ്ധമായിട്ട് പഠിച്ച് മനസ്സിലാക്കി മാത്രം SIP നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ അതിന് നിങ്ങളൊരു എക്സ്പേർട്ടിനെ നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്. അത് എക്സ്പെർട്ടിനെ സമീപിച്ച് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ഏറ്റവും നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. വി ആർ ഹിയർ ടു ക്രിയേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വിന്നേഴ്സ്. താങ്ക് യു.